ഉസ്താദിനെ തന്നെ നമ്മൾ എടുക്കുക. EK ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിൻ്റെ ശേഷം, അതിന് മുമ്പുള്ള പിന്നെ എടുത്തിട്ട് കാര്യമില്ല, അത് ചിലപ്പോൾ പല ജീവിതത്തിലും ഉണ്ടാവും. EK ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിൻ്റെ ശേഷം എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതെ, അപ്പൊ നമ്മളെ മേമാക്കാക്ക് എന്തൊക്കെ പറയാണ്ട് മേമാക്കാണ് പറയട്ടെ, എന്നിട്ട് ഞാൻ തുടരാം. എന്താണ് പ്രിയപ്പെട്ട പൊട്ട ഇജ്ജ് പറയുന്നത്? അതാ എന്തെത്താ പ്രിയപ്പെട്ട പൊട്ട ഇജ്ജ് പറയുന്നത്. അപ്പൊ മേമാക്കാക്ക് പൊട്ടന്മാരൊക്കെ പ്രിയപ്പെട്ടതാണ്. മേമാക്ക് പറയുമ്പോ തന്നെ അതാ പറയണേ, പ്രിയപ്പെട്ട പൊട്ട. അതാ നമ്മളും പറഞ്ഞതേ, നിങ്ങളാ പൊട്ടത്തരം പറയുന്ന കൂടാരത്തിൽ, കുരുവട്ടൂരി കൂടാരത്തിൽ, അതിൽ പൊട്ടത്തരം മാത്രമേ ഉള്ളൂ. ജഹാലത്ത്, സഫാഹത്ത്, ഇത് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്. ഇങ്ങക്കും തന്നെ പൊട്ടന്മാരെ പ്രിയാണ്. നിങ്ങൾ തന്നെ ഉച്ചത് അതാ. നിങ്ങൾ പറയുന്നത് തന്നെ അതാ. എന്തെത്താ പ്രിയപ്പെട്ട പൊട്ട, പൊട്ടന്മാരെ പ്രിയാണ്, ഭയങ്കര പ്രിയാണ്. ഇനി ഏതായാലും നിങ്ങൾ കാര്യത്തേക്ക് കടക്കി. എന്ത് കണ്ടിട്ടാ ചിരിച്ചത്? അല്ല, ഞാൻ ചിരിച്ചത് എങ്ങനെ ഞാൻ ചിരിച്ചതൊക്കെ നിങ്ങൾ ഈ സംസാരമൊക്കെ കേട്ടാല് പ്രിയപ്പെട്ട പൊട്ടന്മാരെ, പ്രിയപ്പെട്ട പൊട്ട. അപ്പൊ പൊട്ടന്മാരെ നിങ്ങൾ പ്രിയം വെച്ചാൽ നമ്മൾ ചിരിച്ചാതെക്കുക. നമ്മൾ ചിരിച്ചത് എന്തിനാന്നുള്ളത് നിങ്ങൾക്കും അറിയാലോ. സംവാദല്ല, സംവാദം. ഓക്കെ, സംവാദത്തിന് വ്യവസ്ഥ എഴുതണം. അതിന് ഫോൺ നമ്പറാ വേണ്ടിയത്, വ്യവസ്ഥ എഴുതല്ല വേണ്ടത്. വ്യവസ്ഥ പറഞ്ഞ എന്നോട്ട് എഴുതേണ്ട സംഗതിയാ, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ ഫോൺ നമ്പറാ ചോദിച്ചത്, പൊട്ടത്തരം പറയുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഒക്കെ അയാൾ കട്ടതല്ലേ. അപ്പൊ അയാള് കട്ട് പറഞ്ഞത്, അയാളോട് തുടക്കം പറഞ്ഞതാണ് ആ വിഷയം. അതിന്റെ അവസാനം പറഞ്ഞ് എത്തിയത് എവിടെയാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഇതൊക്കെ തന്നെ നിങ്ങളെ കുഴപ്പേ. നമ്മളെ കുഴപ്പമില്ല, നിങ്ങൾക്കാ കുഴപ്പം. കാരണം പ്രിയപ്പെട്ട പൊട്ടാന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത്. ഒരു കുഴപ്പം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ കുരുവട്ടൂരി കൂടാരത്തിൽ നിങ്ങൾ പെട്ട തന്നെ കുഴപ്പം. മനസ്സിലായില്ലേ? ഇവിടെ എന്താ സംഭവിച്ചതെന്നോ, നിങ്ങള് സംവാദം നടത്താൻ റെഡിയായ ഉസ്താദ് വാട്സപ്പിൽ നിരന്തരം ബന്ധപ്പെടണേ. എന്നിട്ട് ആ ഉസ്താദിനോട് നിങ്ങളെ ഫോൺ നമ്പർ വേണ്ടി, ഉച്ച കിട്ടുന്ന നമ്പർ വേണ്ടി, ഇവിടെ വാട്സപ്പിൽ തന്നെ അയാൾ ബന്ധപ്പെടുന്നേ. ആരാണ് എന്നെ സംവാദം നടത്താനുള്ളത്, അവരുമായിട്ട് വരി, സംസാരിക്കട്ടെ, വാട്സപ്പിലൂടെ സംസാരിക്കട്ടെ, വോയിസ് മെസ്സേജ് ഇടി. ആ ഉസ്താദ് ധൈര്യത്തിൽ പറയണതാ. അതിന് കുരുവട്ടൂരികളെ കിട്ടുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നൗഷാദ് മൗലവിന്റെ വാട്സപ്പ് നമ്പർ, നൗഷാദ് മൗലവിക്ക് ആ ഉസ്താദിന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട്, ഇതാ നിങ്ങളല്ലേ സംവാദം നടത്തേണ്ടത് നൗഷാദ് മൗലവി, നിങ്ങളും ആ ഉസ്താദും ചർച്ച ചെയ്യ് എന്നാ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഫോൺ നമ്പർ ചോദിച്ചടക്കുക. എന്തിനാ ഫോൺ നമ്പർ? വാട്സപ്പിൽ തന്നെ ഡയറക്റ്റ് അയാള് വോയിസ് മെസ്സേജ് ഇടുന്നതാ. എന്നിട്ട് ആ വാട്സപ്പിലല്ലേ ഇപ്പോ ഈ സംവാദത്തിന് വെല്ലുവിളിച്ചത്. എന്താ ആ വാട്സപ്പ് കൂടെ തീരുമാനാക്കി കൂടെ? ഇനി എത്തിനപ്പോ അതിന് ഫോൺ നമ്പർ? പണ്ട് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചു, നിങ്ങളെ ഫോട്ടോ വേണം പറഞ്ഞപ്പോ, ഫോട്ടോ അല്ല ഞാൻ തന്നെ നേരിട്ട് വരാ പറഞ്ഞ മാർക്ക്. എന്ത് പൊട്ടത്തരാ നിങ്ങൾ ഈ പറയണത്? അത് നിങ്ങളോട് ചോദിച്ചേണ്ട ആവശ്യമല്ല. കാരണം നിങ്ങൾ തന്നെ ഇപ്പൊ ആ വോയിസുകളൊക്കെ എനിക്ക് വിട്ടുന്നതല്ലേ. അത് കേട്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളാണ് എനിക്ക് വിട്ടുന്നത്. അത് കേട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചും ചെയ്തു. ആ ചിരിയാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് കാര്യം തിരിയും. എന്താണ് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഇതൊരു സംവാദത്തിന്റെ വക്കത്ത് എത്തിക്കണെന്ന് അവർക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടോ? സംവാദത്തിന്റെ വക്കത്തൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഉസ്താദ് നേരത്തെ 2 നിബന്ധന പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധന പാലിച്ച സംവാദം നടക്കും. അതിന് കുരുവട്ടൂരികളെ കിട്ടണില്ല. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് എന്താ, നൗഷാദ് മൗലവിനെ ഡയറക്റ്റാണ് ബന്ധപ്പെടിപ്പിച്ചും വാട്സപ്പില്. അതിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഹേമാക്ക? അദ്ദേഹത്തോട് വിഷയം സംസാരിച്ച് തുടങ്ങിയതാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. എന്റെ അവസാനം എത്തിയത് എവിടെയെന്നറിയോ? ഹസൻ ഉസ്താദ്, ഞാൻ ആ വോയിസ് തന്നെ, എന്റെ വോയിസ് പൊട്ടില്ലേ, ആ വോയിസ് തന്നെ പറയുന്നുണ്ട്. ഹസൻ ഉസ്താദിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, അതിനോട് വളരെ നല്ല രൂപത്തിൽ സമീപിക്കുക. നല്ല രൂപത്തിലൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാരോടോ പ്രവർത്തകരോടോ സമീപിപ്പിക്കാനേ കുരുവട്ടൂരികളെ ആ പെർമിറ്റും സർട്ടിഫിക്കറ്റും ഒന്നും വേണ്ട. കാരണം ആരാണ് ഇവിടെ അതപ്പതിച്ച സംസാരിക്കുന്നതൊക്കെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ ഉടായ്പൊക്കെ അവിടെ മാറ്റി നിർത്തി. ഇവിടെ ഇപ്പൊ എന്താ മക്കൾക്ക് കാര്യം ബോധ്യപ്പെട്ടുകണോ? എന്താ നിങ്ങൾ ഈ തലചിറ്റി മൂക്കുറിച്ചിന്? ആ ഉസ്താദ് സംവാദം നടത്താൻ റെഡിയായ ഉസ്താദ് വാട്സപ്പിൽ അയാൾ ക്ലിയറാ. അയാൾ തന്നെ പറയണതാ, ഇങ്ങോട്ട് വരീം, വോയിസ് മെസ്സേജ് ഇടീം, ആരായിട്ടാ ഞാൻ സംവാദം നടത്തേണ്ടി പറയൂ, സംസാരിക്കട്ടെ. എന്താണ് കിട്ടാത്ത നൗഷാദ് മൗലവിനെ? നൗഷാദ് മൗലവിക്ക് വാട്സപ്പ് ഇല്ലേ?
ആ വാട്സപ്പിലാണ് ബന്ധപ്പെടി. നിങ്ങളിപ്പോ ഫോൺ നമ്പർ കിട്ടിയിട്ട് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഈ ഫോൺ നമ്പർ ഉള്ളത് നമുക്കറിയാം. കാരണം നിങ്ങളെ പല കുരുവട്ടൂരികളും ഈ തലതെറിച്ച ആളുകളെ എന്താണ് ചെയ്യുന്നതെന്നോ, നിങ്ങളെ കള്ളത്തരവും പൊള്ളത്തരവും നിങ്ങളെ ജഹാലത്തും സഫാത്തും തുറന്നു കാട്ടുന്നവരെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. രാത്രി കടന്നുറങ്ങാൻ അയക്കണില്ല, അതാക്കും ഇതാക്കും അങ്ങനാക്കും ഇങ്ങനാക്കും, ഇനി മേലാല് ചെങ്ങാനും എന്താണ് വീഡിയോ ഇറക്കുക അപ്പൊ കാണിച്ചുതരാ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക നിങ്ങൾ. അതിനാണ് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറൊക്കെ പോയി പണിയൊക്കി. ഇവിടെ വാട്സപ്പിൽ തന്നെ ഡയറക്റ്റ് ഉണ്ടാവുമ്പോ ഇതെത്തിനാ ഈ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അത്രേ. ഇന്നത്തെ അത് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുക. അപ്പൊ ആ ഉടായ്പൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോ ഇതിന്റെ ഫുള്ള് കേൾപ്പിക്കില്ല എന്ന് പറഞ്ഞാണ്ട് കിട്ട് വരാൻ നിൽക്കേണ്ടത്. ഇതിന്റെ ഫുള്ളൊക്കെ പൊട്ടത്തരാണ്, അതുകൊണ്ട് അത് ഫുള്ള് കേൾപ്പിക്കണില്ല. അതെ, അപ്പൊ നമ്മളെ മേമാക്കാക്ക് എന്തോന്ന് പറയണ്ടേ? മേമാക്ക പറയൂ. ഏതെങ്കിലും മുനാഫിക്കീങ്ങൾ പറയുന്ന പച്ച നുണയും കേട്ടിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ എനിക്ക് എങ്ങനെ ധൈര്യം വരുന്നു ഷാജാനെ? നിങ്ങളടുത്ത് പറയാനാണ് ഒന്നും കൂടി ധൈര്യം കൂടുന്നത്. കാരണം വലിയ മുനാഫിക്ക് കൂടാരത്തിലാണ് ഇപ്പൊ നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ നമുക്ക് ധൈര്യം. നിങ്ങൾ അതിലും വലിയ മുനാഫിക്കിന്റെ കൂടാരത്തിലാണ് നിങ്ങൾ ചെന്ന് അകപ്പെട്ടിട്ടുള്ളത്. അതിന് അല്ലാഹു തആല നിങ്ങളെ കഴിച്ചിലാക്കി തരട്ടെ. ഓക്കെ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ നമ്മൾ ദുആ ചെയ്യണ്ടേ. എല്ലാവരും കുടുങ്ങണം, നശിക്കണം എന്നല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളും ഒന്ന് നന്നാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ അതിലും വലിയ മുനാഫിഖ് കൂടാരത്തിലാണ് നിങ്ങൾ ചെന്ന് അകപ്പെട്ടിട്ടുള്ളത്. അവിടെ കളവാണ്, അവിടെ വഞ്ചനയാണ്, അവിടെ തട്ടിപ്പാണ്, അവിടെ വെട്ടിപ്പാണ്. അത് ഒരു കാലത്ത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടാണ് നിങ്ങൾ തന്നെ തിരിച്ച് അവർക്കെതിരെ പറയുന്നുള്ളത്. ഞാനിങ്ങനെ ശുഭ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കാരണം എന്തിയെ, അതിന് മാത്രം തട്ടിപ്പും വെട്ടിപ്പുമാണ് കുരുവട്ടൂര് കൂടാരത്തിൽ ഉള്ളത്. വയമാക്ക മനസ്സിലായില്ലേ? ഇനി അടുത്ത എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അതല്ലറ കുട്ടി, ഇന്നലെ തന്നെ എനിക്ക് ഞാൻ വിട്ടുതന്നിട്ടില്ലേ ആ രണ്ട് വോയിസ് ഞാൻ എനിക്ക് വിട്ടുതന്നു. അയാള് പറഞ്ഞ മുനാഫിക്കാണ് അദ്ദേഹം. ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു, അയാള് മുസ്ലിയാരെ വേഷം കെട്ടി മുനാഫിക്കിന്റെ പണിയെടുക്കുന്നവനാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് മനസ്സിലാക്കിക്കണോ? മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് ആദ്യം പഠിക്ക്. അതെ, ആ മുനാഫിക്കിന് പറയപ്പെട്ട ലക്ഷണങ്ങളൊക്കെ ഒത്തടങ്ങിയത് ഇപ്പൊ കുരുവട്ടൂരിലാണ് ഞാൻ കാണുന്നത്. മുനാഫിക്കിന്റെ ലക്ഷണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ആയത്തുൽ മുനാഫിഖി സലാസുൻ. എന്താണ്? മൂന്നടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ ഹദ്ദസ കദബ, തൊള്ള തുറന്ന പച്ച നുണ പറയാ. വാ, അത് കുരുവട്ടൂരിയിൽ എല്ലാവരും കണക്കാ. നുണ പറയുന്ന വിഷയത്തിൽ നൗഷാദ് മൗലവിയും ഷെയ്ഖും കുഞ്ഞഹമ്മദും സമദൻവരിയൊക്കെ കണക്കാ നുണ പറയുന്ന വിഷയത്തില്. അപ്പോ എന്താണ്? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയുക. ഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ലംഘിക്കുക. എന്താ പറയുമാണ്ട, അത് ആ വാഗ്ദത്തം ലംഘിക്കുക എന്ന സംഗതി തന്നെ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്തത് കുരുവട്ടൂരികളാന്ന് തോന്നിപ്പോണ മട്ടത്തിലാണ് വാഗ്ദത്തങ്ങൾ ഈ കുരുവട്ടൂരികൾ ലംഘിക്കുന്നത്. എന്താ വാഗ്ദത്തം കൊടുക്കുക? 2013 ശേഷമുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അതിന് മുമ്പുള്ളത് ഞങ്ങൾ നോക്കുക പോലും ഇല്ല. ഇതൊരു വാക്ക് കൊടുത്തു കുരുവട്ടൂരി കുഞ്ഞാടുകൾക്ക്. മനസ്സിലാക്കണം, ഒരു വാക്ക് ഇങ്ങനെ കൊടുത്ത് കുരുവട്ടൂരി കുഞ്ഞുങ്ങൾ മൈമാക്കടക്കമുള്ള കുരുവട്ടൂരികൾ ഇങ്ങനെ ശരി 2013 ശേഷം നോക്കിയാൽ മതി, 2013 അങ്ങോട്ട് 12, 11, 10, 9, 8 അങ്ങനൊന്നും നോക്കണ്ട, അതൊന്ന് നമ്മളെ മൗലവി തള്ളിയിട്ടുണ്ട്. ഇനി 13 അങ്ങോട്ട് നോക്കിയാൽ മതി, 14, 15, 16 ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ വാഗ്ദത്തം കൊടുത്ത് അതാ കിടക്കണേക്കും. പിന്നെ അത് ആ വാഗ്ദത്തം ലംഘിച്ചു. മുനാഫിക്കിന്റെ അടയാളപ്പം ഞാൻ പറയുന്നത്. ആ വാഗ്ദത്തം ലംഘിച്ചിട്ട് വരിക 2020 ശേഷം നോക്കി നിങ്ങള് വാഗ്ദത്തം ലംഘിക്കുക. ഇതുമിന ഖാന, എന്താണ്? വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഇത് പിന്നെ പറയും വേണ്ടല്ലോ. ആ ഒരു സംഗതി ഉൽപ്പാദിക്കുന്ന തന്നെ കുരുവട്ടൂരികളാണ്. വിശ്വസിച്ചാൽ വഞ്ചിക്കുക. വയമാക്കാനൊക്കെ എത്രട്ടം വഞ്ചിച്ചു പല പ്രസംഗത്തിലും. ഇതാണ് നമ്മളെ നിലപാട് എന്ന് പറയാ, അത് മാറ്റി പറയാ. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ വഞ്ചിക്കുകയും വാഗ്ദത്തം ലംഘിക്കുകയും തൊള്ള തുറന്ന പച്ച നുണ പറയലും ഇത് കുരുവട്ടൂരി കൂടാരത്തിലുള്ളതാണ് മൈമാക്ക. എന്നാണോ നിങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞ് അന്ന് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് എത്തും ചെയ്യും. നിങ്ങൾ യഥാർത്ഥ ഒരു മുത്തു മൂമിനായിട്ട് ജീവിക്കും ചെയ്യും. അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ദുആ ചെയ്യാം.